After a long time going for that night. തുടക്കല്ലേ പക്ഷെ വെട്ടും വന്നല്ലേ കാണാൻ പറ്റുള്ളൂ എന്നൊരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ വിരക്കിടം ഞാൻ പിന്നെ ഇത്രയൊന്നും നിവർത്തിയിൽ വണ്ടി ഓടിച്ചെന്നാൽ ഞാനാണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ആക്ച്വലി എൻ്റെ ചേച്ചിയുടെ വീട്ടിലെൻ്റെ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വെച്ചു. അതിന് വേണ്ടി പോകുന്ന വഴിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ രാത്രിയിൽ പാട്ടൊക്കെ പാടി പോകാമെന്നാണ് വെച്ചത്. പക്ഷേ നടന്നില്ല. സംസാരിക്കുന്നത് ആരെങ്കിലും വിചാരിക്കും ഒന്നെങ്കിൽ ഞാൻ ഫോണിലാന്ന് വിചാരിക്കാം. അത് പിന്നെ ഫോൺ കണക്ട് ചെയ്തത് ഒരു കുഴപ്പമില്ലായിരിക്കും, മനസ്സിലാവും. പിന്നെ ക്യാമറ ഓണായത് പുറകിൽ നിന്ന് വരുന്നത് കണ്ടാലേ മനസ്സിലാവും. രാത്രി യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോളേജ് കാലഘട്ടമായിരുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഞാൻ കോളേജ് തന്നിട്ടില്ല, ക്യാമ്പസ് കുറേയൊക്കെ യാത്ര ചെയ്തു. നല്ല രസമായിരുന്നു. പക്ഷെ അന്ന് അധികം ഇങ്ങനെ വണ്ടി ഓടിക്കേണ്ട സാഹചര്യം വന്നില്ല. കാരണം എപ്പോഴും എന്നേക്കാൾ നന്നായിട്ട് ഓടിക്കാൻ അറിയുന്ന ആളുടെ കയ്യിലേക്ക് വണ്ടി കൊടുക്കുന്ന പരിപാടിയാണ് എനിക്കുള്ളത്. അതൊരു എന്തിനാ വെറുതെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് വെറുതെ ഈ സീൻ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ അറിയാവുന്ന ആളുടെ കയ്യിൽ വണ്ടി കൊടുത്ത് ഓടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് ഞാനൊന്ന് സൈലൻ്റ് ആവുക വേറൊന്നുകൊണ്ടല്ല. എനിക്ക് എന്താ ഞാൻ വരുമ്പോഴേക്കും ഒന്നാമത്തെ തന്നെ വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വണ്ടികൾ പോകുമ്പോൾ പറയുന്ന ഒന്നത് കേൾക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത് അവർ കേൾക്കും, നിങ്ങൾ കേൾക്കുന്നില്ല. അവിടെ പെട്ടെന്ന് ഭയങ്കര ക്യാച്ചിങ് പവറാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം ഇപ്പോഴാണ് ഇങ്ങനെ നൈറ്റ് റൈഡ് പോകുന്നത്. അത് സമാധാനമായിട്ട് സന്തോഷമായിട്ട് തോന്നുന്നില്ല. നൈറ്റ് റൈഡപ്പോൾ നേരത്തെ പോയിട്ടില്ലേ എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതെപ്പോഴും എന്തെങ്കിലും ഒരു നമുക്ക് എന്താ പറയുക എയിമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോവാം. അല്ലാതെ വെറുതെ ഇപ്പോൾ ഈ പോകുന്ന പോലെ ഒന്നും അങ്ങനെ ഇതില്ല. ഇവിടെ അത്യാവശ്യം തിരക്കൊന്നുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. വലിയ സിറ്റി ഏരിയയിലാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തിരക്കുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. നമുക്കൊരു അപ്പോൾ ഈ ഗ്രാമപ്രദേശമായതുകൊണ്ട് നമുക്കൊരു എട്ട് വേണ്ട ഏകാലും കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കൊക്കെ കുറയും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ സുഖമാണ്. പിന്നെ ഇവിടെ നമ്മൾ ചുറ്റും മരവും പിന്നെ ഒരു പുഴയുണ്ട് അടുത്തോടെ. പിന്നെ ചെറിയൊരു പാടം നടത്തപ്പെട്ട ഒരവസ്ഥയിലുള്ള സ്ഥലം. അങ്ങനെ കുറച്ച് പിന്നെ അധികം തിരക്കില്ലാത്ത റോഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ പ്രധാന സവിശേഷത. സോ അതുകൊണ്ട് തന്നെ യാത്ര അധികം മടുപ്പില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഇങ്ങനെ കുറച്ചുകൂടെ പിന്നെ ഇടയ്ക്ക് കുറച്ച് ഏരിയയിൽ ഒരു പ്രധാന പ്രശ്നം കാണുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പൈപ്പിടാൻ വേണ്ടിയിട്ട് റോഡ് വെട്ടിപ്പൊളിച്ചുള്ള സ്ഥലം സ്വയമായിട്ടൊന്ന് സംഭവിക്കും, കുഴി വീഴും. ഇവിടെ ഏതാ ഈ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും കുറയുന്നില്ല. കുട്ടിക്ക് കയറി പോകണമെങ്കിൽ കയറി പോയാൽ പോലെ എൻ്റെ എന്തിനെത്ര ബുദ്ധിമുട്ടിക്കുന്നത്.